You are planted here by His choice. ദൈവത്തിന്റെ ഉദ്ദേശത്തോടുകൂടി, വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മളെ ഈ സ്ഥലത്ത് നട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഉപമയ്ക്കകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിലായിരുന്നു നട്ടിരുന്നത്. സാധാരണയായിട്ട് അത്തിവൃക്ഷത്തെ നടന്നത് റോഡരികിലാണ്. എന്നാൽ this was a special fig tree, and that fig tree had a special place in that vineyard. It was just planted right at the middle of the vineyard. നടുക്കാണ് അതിനെ നട്ടിരിക്കുന്നത്. അതുപോലെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നത്. അപ്പോൾ നട്ടിരിക്കുന്നത് ദൈവഹിതമനുസരിച്ചാണ് നമ്മളെ നട്ടിരിക്കുന്നത്. It is you are planted according to His choice. എന്തിനു വേണ്ടിയാണ് നട്ടിരിക്കുന്നത്? ഫലം കായ്ക്കുവാനായിട്ടാണ് നട്ടിരിക്കുന്നത്. ഒരു പർപ്പസ് ഉണ്ട് നമ്മളെ കുറിച്ച് ദൈവത്തിന്. ആ പർപ്പസ് സെർവ് ചെയ്യുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ then you fail in your life. അതിനാണ് പറഞ്ഞിരിക്കുന്നത് ആ പർപ്പസ് സെർവ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയപ്പോൾ യജമാനൻ തോട്ടക്കാരനോട് പറയുന്നതിനെ വെട്ടിക്കളയാനായിട്ട് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. So if you are planted by His choice, then there's a purpose behind His planting you here in this place, in this universe, and you should serve the purpose. ഫലം കായ്ക്കുന്നവരായി തീരുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കായ്ച്ചില്ലെങ്കിൽ പിന്നീട് പറയുന്ന കാര്യമുണ്ട്, യു ആർ അക്കൗണ്ടബിൾ ബിഫോർ ഗോഡ്. കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അവിടെ ഒരു അത്തിവൃക്ഷത്തിന്റെ ആ ഫലം കായ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷത്തിന് ശേഷം യജമാനൻ വന്ന് നോക്കുമ്പോൾ ഫലം കാണുന്നില്ല. ഫലം കാണാതെ വരുമ്പോൾ തോട്ടക്കാരനോട് പറയുന്നത് വെട്ടിക്കളയാൻ. അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു 1 വർഷം കൂടി നിൽക്കട്ടെ. The gardener is asking the manager of that garden to extend 1 more year. 1 വർഷം കൂടി നിൽക്കട്ടെ, ഒരു ഗ്രേസ് പീരിയഡ് കൂടെ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. 2018 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഇന്ന് വരെ നമുക്ക് ലഭിച്ചത് ഒരു ഗ്രേസ് പീരിയഡായിരുന്നു. അപ്പോൾ ഈ ഗ്രേസ് പീരിയഡിൽ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ then it's very risky. കാരണം എല്ലാ വർഷവും നമുക്ക് ദൈവം തമ്പുരാൻ ആയുസ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രേസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രേസ് ആണ് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട്, ആ കൃപയാണ് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. Am I fruitful or am I fruitless? ഞാൻ ഫലം കായ്ക്കുന്ന വ്യക്തിയാണോ അതോ ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷം പോലെ ആണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനം നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തിയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5 അതുപോലെ തന്നെ 21 വാക്യങ്ങൾ. ഒരാള് വായിക്കുകയാണെങ്കിൽ വളരെ സഹായകരമായിരിക്കും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ഉം 21 വാക്യങ്ങളും. ഒരാള് 42-ാം അധ്യായം 5-ാമത്തെ വാക്യം. The book of Job, chapter 1 verses 5 and 21 and chapter 42 verses 5. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തെറ്റിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആണയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സഞ്ചരിച്ചോളം ആളുകളെ കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇയ്യോബ് എല്ലാവരോടും ചെയ്തു. 21-ാമത്തെ വാക്യം. നഗ്നനായ ഞാൻ എന്റെ അമ്മയുടെ പുറത്തു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. 42-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. And when the feast days had run their course, Job would send and sanctify them, and he would rise early in the morning and offer burnt sacrifices according to the number of them all. For Job said, "It may be that my children have sinned and cursed God in their hearts." This is what Job always did. Verses 21, he said, "Naked I came from my mother's womb, naked shall I return there. The Lord gave, and the Lord took it away. Blessed be the name of the Lord." 42-ാം അധ്യായം 5-ാമത്തെ വാക്യം. "I have heard of you by the hearing of your ear, but now
my eyes sees you. തലകളെ നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു. വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും കർത്താവെ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും കർത്താവെ മതിയാകുകയില്ലല്ലോ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ ആലയത്തിൽ ആയിരിക്കുമ്പോൾ ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെല്ലാം ഓർക്കുവാൻ തക്കവണ്ണം, ദൈവമായ കർത്താവെ അങ്ങേക്ക് നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തിയിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറവുകളെല്ലാം കർത്താവെ അവിടുന്ന് കൊടുക്കണമേ. വിശുദ്ധിയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. കേൾക്കുന്ന മക്കളെയും പറയുന്ന അടിയനെയും ഒരുപോലെ അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശു നാമം ചോദിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ക്രൈഗ് ഗ്രോക്ചൽ എന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ബുക്കിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്, ഡിവൈൻ ഡയറക്ഷൻസ്. അതിനകത്ത് അദ്ദേഹം പറയുന്നു, 7 decisions that will change your life forever. 7 decisions that will change your life forever. സാധാരണയായിട്ട് ആണ്ട് അവസാനത്തിൽ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അത് നമ്മളെല്ലാം മറക്കും. പിന്നെ ശങ്കരവന്തി കോക്കനട്ട് ട്രീ, ശങ്കരൻ പിന്നെ തെങ്ങേ തന്നെ, അല്ലെ? അതാ പലപ്പോഴും പറ്റുന്നത്. അത് എനിക്കും പറ്റുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്ന ചില ആശയങ്ങൾ അത് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, you are one decision away from changing your life forever. And the second thing, it is natural to assume that big life-changing decisions will be obvious. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജീവിതത്തിൽ അത് ശരിക്കും കാണുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ചെറിയ തീരുമാനം പലപ്പോഴും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഏത് ടൈം മാഗസിനകത്ത് ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. ആ ആർട്ടിക്കിളിനകത്ത് ഇപ്രകാരമാണ് മെൻഷൻ ചെയ്തിരുന്നത്. അതിനകത്ത് ആ പൈലറ്റ് ഒരു സ്ത്രീയാണ്. ഈ പൈലറ്റിന് ഈ പ്ലെയിനിന് ചെറിയൊരു തകരാറ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരിതിനെ ലാൻഡ് ചെയ്തു. ഫിലഡൽഫിയ എയർപോർട്ടിലാണ് ഇതിനെ ലാൻഡ് ചെയ്തത്. ഏകദേശം 378 പാസഞ്ചേഴ്സിന്റെ ജീവനാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഒരു ആൾ മാത്രം മരിക്കുകയുണ്ടായി. മരിക്കാൻ കാരണം ഈ പ്ലെയിനിന്റെ ജനൽ തകർന്നു പോവുകയും അതിന്റെ പീസസ് വന്ന് ആ ആളിനെ അടിക്കുകയും അങ്ങനെ ഒരു ആള് ആ സംഭവത്തിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് ഈ 378 പാസഞ്ചേഴ്സും വന്ന് ഈ പൈലറ്റിന് നന്ദി പറയുന്ന ഒരു ചിത്രം. നന്ദിയെല്ലാം പറഞ്ഞതിന് ശേഷം ജേർണലിസ്റ്റ് വന്ന് ഇവരോട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഈ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം, ഈ സ്ത്രീ പൈലറ്റ് പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ്,
heroism is not doing big things, but heroism is doing small things. ഹീറോയിസം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തല്ല ഹീറോയിസം, പിന്നെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്താണ് ഹീറോയിസം ഉള്ളത് എന്ന് പറയുന്നുണ്ടായി. എന്നിട്ട് ഇവര് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. പ്ലെയിൻ ക്രാഷ് ലാൻഡിംഗ് ചെയ്തതിന് ശേഷം ആൾക്കാരെല്ലാം ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രായമുള്ള മനുഷ്യന്റെ ഷൂലേസ് എല്ലാം അഴിഞ്ഞു കിടക്കുകയാണ്. അഴിഞ്ഞു കിടക്കുന്ന ഷൂലേസ് അത് കെട്ടിക്കൊടുക്കുന്ന ഒരു ചിത്രം ഇവര് മൊബൈലിൽ പകരുകയുണ്ടായി. എന്നിട്ട് ഈ കിട്ടുന്നത് ചെറിയൊരു ചെറുപ്പക്കാരനാണ്. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഐ സോ എ യങ് മാൻ ടൈയിങ് ദി ഷൂലേസ് ഓഫ് എ ഓൾഡ് മാൻ ഇൻ ദി aisle of the airplane, and that is heroism എന്ന് ഈ പൈലറ്റ് പറയുന്നു. അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾക്ക് ഇടയായി തീരുന്നത്. സ്മോൾ ചോയ്സസ് ക്യാൻ ഓൾസോ ഹാവ് ബിഗ് എഫക്ട്സ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് our lives are constantly spilling into the lives of others and theirs into ours. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും മറ്റുള്ളവരിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ ഉള്ളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എഴുത്തുകാരൻ പറയുന്നു, no man is an island in himself. If you have to have some meaning in life, then he should live in relationship with others. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ ഒരിക്കലും ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണം എങ്കിൽ അവന്റെ ബന്ധങ്ങൾ ഉണ്ടാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് our life is constantly spilling into the life of others. The life of others is constantly spilling into my life. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. There are lots of people who have encouraged me and that is why I am here today. ഇന്ന് രാവിലെ എന്നെ എയർപോർട്ടിൽ വിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിവിടെ വരുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അല്ലെ, ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ ഇവിടെ നിന്ന് പ്രസംഗിക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. And there are lots of small factors that have helped me to stand here today and preach before you. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം, ഞാൻ ജീവിക്കണമെങ്കിൽ എന്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് ഞാൻ പകരണം, മറ്റുള്ളവരുടെ ജീവിതം എന്നിലേക്ക് പകരണം. എന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ചിലർ പറയും ഹീസ് എ സെൽഫ് മെയ്ഡ് മാൻ, ഹീസ് എ സെൽഫ് മെയ്ഡ് വുമൻ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അബദ്ധമാണ്. No man can be self-made or no woman can be self-made because you cannot live a life of your own. എനിക്ക് ജീവിക്കണമെങ്കിൽ, അനുവച്ചന് ജീവിക്കണമെങ്കിൽ, സജീവച്ചന് ജീവിക്കണമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു ആൾ നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ ആ ബുക്കിനകത്ത് പറയുന്ന പ്രകാരമാണ്, the decisions that we make today determines the stories that we tell about our lives tomorrow. ഞാൻ ഇന്നെടുക്കുന്ന തീരുമാനമാണ് നാളെ എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കഥ പറയുവാനായിട്ട് സഹായിക്കുന്നത്. നമുക്ക് ഒത്തിരി കഥ പറയാനായിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിൽ വന്ന് നാളെ മുതൽ ഇന്ന് വരെയും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കഥകൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഒത്തിരി കഥകൾ പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ കഥ പറയാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ എനിക്ക് നല്ല ഒരു കഥ പറയുവാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ആൻഡ് വർഷിപ്പ്കാരോട് ഞാൻ പറഞ്ഞു, the choice that you make in your life, it matters a lot. It matters a lot. ഇംഗ്ലീഷ് എഴുത്തുകാരൻ റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു പോയത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, two roads diverged into the woods and I chose the road that was less traveled and that made the difference. Two roads diverged into the woods and I made the choice the road that was less traveled and that made the difference. ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ ഇരിക്കാമായിരുന്നു, അല്ലെ? ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളെല്ലാം കണ്ടിരിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ വേറൊരു ചോയ്സ് എടുത്തത്. നിങ്ങളുടെ ചോയ്സ് എന്തുവായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ആലയത്തിൽ വരണം, ആരാധനയിൽ പങ്കെടുക്കണം, കുർബാന ശുശ്രൂഷയിൽ പങ്കെടുക്കണം, എന്നിട്ട് മടങ്ങി പോകണം എന്നുള്ളൊരു ചോയ്സ് നിങ്ങൾ എടുത്തത്. And I'm sure that the choice that you made today will surely make a difference in your life. ഈ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയെ തന്നെ അത് മറിക്കും അല്ലെങ്കിൽ അത് മാറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, the decisions that we make today determines the stories that we tell about our lives in the future.
എന്നിട്ട് ആ പുസ്തകത്തിനകത്ത് ആറാമതായിട്ട് പറഞ്ഞിരിക്കും ഇപ്രകാരമാണ്: എവറി ഡേ വി മേക്ക് വൺ സ്മോൾ ചോയ്സ് ഓർ ദി അതർ ആൻഡ് ദ ചോയ്സ് കീപ് അക്യുമുലേറ്റിംഗ് ഈച്ച് ഓവൻ ടു ദ റെസ്റ്റ്. ഓരോ ദിവസവും ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ ചെറിയ ചെറിയ തീരുമാനങ്ങൾ അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് വലിയൊരു തീരുമാനമായി മാറുന്നത്. ആ വലിയ തീരുമാനമാണ് പിന്നെ നമ്മൾ പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതാണ് ഡിഫറെന്റ് choices that I make. When I owe it together, it creates a story, and that is my life story, or that is my history. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറയുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് റെഡ് ബ്രോക്ഷർ പറയുന്ന ഇപ്രകാരമാണ്: സക്സസ്ഫുൾ കാരിയേഴ്സ് aren't the byproduct of circumstances or luck. They are the result of hard work, dedicated focus and calculated risk taking. ഈ ആരാ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ആളുകൾ, ജീവിതത്തിൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു ആൾക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല. ഇവിടുത്തെ പറയുന്നത് സക്സസ്ഫുൾ പേഴ്സൺസ് ആർ നോട്ട് ദി ബൈ പ്രൊഡക്ട് ഓഫ് സർക്കംസ്റ്റാൻസസ്. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരിക്കലും നടക്കത്തില്ല. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വേദഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് 2018 ആണ്ടിലെ അവസാന ദിവസത്തിന്റെ അവസാന ചില നിമിഷങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം തമ്പുരാൻ നമ്മളെ വളർത്തി. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ദൈവം എന്നെയും നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഡയസിസിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഞാൻ ഇന്നൊരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് എല്ലാവർക്കും അയച്ചു. അയച്ചതിനകത്ത് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: God made us to grow in such a way that we never ever dreamt. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ദൈവം തമ്പുരാൻ ഈ ഡയസിസിനെ വളർത്തിക്കൊണ്ടുവന്നു. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒന്നും അറിയാൻ വയ്യാതെ ഒത്തിരി സംഭവങ്ങൾ ഇതിന്റെ ചുറ്റുപാടും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഇതമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ദൈവം തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഇത് നമ്മുടെ മിടുക്കോ അല്ലെങ്കിൽ ഡയസിസ് ഇരിക്കുന്ന ആളുകളുടെ മിടുക്കോ ഒന്നുമല്ല. ഇത് അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ ഒരു സമർപ്പണത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇത് ഇപ്രകാരം വളർന്നു വരുവാനായിട്ട് ഇടയായത്. കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം, ആ കൂദാശ സമയത്ത് എന്നെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവിടെ വന്ന് പങ്കെടുത്ത ആളുകളിൽ ഒരു 50% ആൾക്കാര് പ്രായമുള്ളവരായിരുന്നു. 85 and above, 85 വയസ്സിന് മേലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് പങ്കെടുത്തത്. തീരെ ആരോഗ്യമില്ലാത്തവർ, ഡയാലിസിസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഫ്ലൈറ്റും പിടിച്ച് വണ്ടിയും പിടിച്ച് അവിടെ വന്ന് ഈ കൂദാശയിൽ സംബന്ധിച്ചത്. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന, അനേകരുടെ പ്രാർത്ഥന. ഒരു ഇടവകയിൽ ചെന്ന് അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, തിരുമേനി കയ്യിൽ അധികമൊന്നും ഇല്ല, കയ്യിൽ $100 ഉണ്ട്, എന്റെ പോക്കറ്റ് മണിയാ $100, അതുകൊണ്ട് തന്നു. And that $100 matters a lot. ആ $100 ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പല കാര്യങ്ങൾ ഡയസിസിൽ ചെയ്യുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. തുടർന്നുള്ള എന്റെ പുസ്തകത്തിൽ പല സംഭവങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കരുണകളെ ഓർത്ത്, നന്മകളെ ഓർത്ത് സ്തോത്രം കരയേറ്റുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാൻ ഇന്ന് ഈ പ്രശ്നത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, സമൃദ്ധിയിലും അതുപോലെ തന്നെ സഹനത്തിലും എങ്ങനെയാണ് ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഒത്തിരി ദുഃഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം, സന്തോഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ നമ്മെ നടത്തിയത്, എവിടുന്നാണ് നമുക്ക് ബലം കിട്ടിയത് ആ സാഹചര്യങ്ങളിലൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു പരദീസ സൃഷ്ടിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. വി ഹാവ് ടു ക്രിയേറ്റ് എ പാരഡൈസ് വിത്തിൻ ourselves. പാരഡൈസ് എന്ന വാക്കിന്
ബൈബിൾ കൊടുത്തിരിക്കുന്നത് ഗാർഡൻ ഓഫ് ഈഡൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹെവൻ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവലോകം എന്ന അർത്ഥത്തിലും ഈ പരദീസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പരദീസ സൃഷ്ടിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. എപ്പോഴാണ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്? എന്റെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ. രത്തൻ ടാറ്റ പറഞ്ഞ ഒരു ഗ്രാജുവേഷൻ സെറമണിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇഫ് യുവർ ഇന്റൻഷൻസ് ആർ ക്ലിയർ then you will excel in your life. If your intentions are clear, you will excel in your life. ഉദ്ദേശ ശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും, അല്ലെ? ഇന്ന് പലപ്പോഴും നമുക്ക് ആ ഉദ്ദേശ ശുദ്ധി ഇല്ല. Our intentions are not clear. Whenever you give a news, whenever you come to the church, whenever you attend a committee meeting, or whenever you sing a song, our intentions are not clear. ഞാൻ എന്നെ മാത്രം ഉയർത്തപ്പെടുവാനായിട്ട് 2 പാട്ട് പാടി എന്റെ സ്വരം നല്ലതാണെന്ന് അറിയിക്കാനായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ my intention is not clear. On the other hand, if I am going to give glory to God through the song that I am singing, then my intention is clear. ഇടവകയിൽ ഒരു സ്ഥാനം എനിക്ക് ലഭിക്കുമ്പോൾ അത് ദൈവനാമഹത്വത്തിന് വേണ്ടിയാണ് എന്നെ ആ സ്ഥാനത്തേക്ക് ആക്കിയിരിക്കുന്നത് എന്നതായിരിക്കണം എന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശ ശുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യു ഷുഡ് ക്രിയേറ്റ് എ പാരഡൈസ് വിത്തിൻ യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ ഒരു പരദീസ സൃഷ്ടിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ ഒരു പരദീസ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുന്നു എങ്കിൽ ഭൂമി സമ്മാനിക്കുന്ന ഏത് തരത്തിലുള്ള പ്രയാസം നമ്മുടെ മുൻപിൽ വന്നാലും അതിനെ തരണം ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള ശക്തി തരും. ഞാൻ എന്റെ അനുഭവം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2000 ആണ്ടിൽ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാന്നി പഴുങ്ങാടിക്കര പള്ളിയില് ഫാഷൻ വീക്ക് ശുശ്രൂഷ, ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സമയത്ത് പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, പപ്പയ്ക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, പപ്പയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അവൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നാട്ടിൽ സെമിനാരി സ്റ്റുഡൻസിനെ വിളിക്കുന്ന സാറിനാണ് വിളിക്കുന്നത്. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്തായിട്ട് വീട്ടിലോട്ട് പോയിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മേപ്പറയിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ താമസിച്ച വീട്ടിലെ പൂവക്കുളത്തെ ഒരു PJ ഫിലിപ്പ് സാറ് എന്നെ കൊണ്ട് വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പപ്പ ഗോൺ എന്ന് മനസ്സിലായത്. ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആരാധനയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് പോയതാണ്. അമ്മച്ചിയോടൊത്ത് ആരാധനയിൽ പങ്കെടുത്തു. അരമണിക്കൂർ ആരാധനയിൽ അവിടെ പങ്കെടുത്തതിന് ശേഷം ബെഞ്ചിലോട്ട് ഇരുന്നു ആള് പോയി. ആരോടും ഒരു വാക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം ദൈവം തമ്പുരാൻ കൊടുത്തില്ല. ഞാൻ ഉള്ളത്, അമ്മയുള്ളത്, പെങ്ങളുള്ളത്, അനിയനുള്ളത്, എല്ലാവരും പലയിടത്തായിരിക്കുന്നതാണ്. എന്നാൽ ആ സമയങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഞങ്ങളെ ശക്തീകരിച്ചു. അന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ദൈവം എത്ര വലിയവനായിരുന്നു. ആ സമയത്തൊക്കെ എവിടുന്നോ ഞങ്ങൾക്ക് ധൈര്യം കിട്ടി, എവിടുന്നോ ഞങ്ങൾക്ക് ശക്തി കിട്ടി. ആ ശക്തി എങ്ങനെയാണ് കിട്ടിയത്? Who gave us the courage to face those life situations? And how did we face that life situation all of a sudden? പിന്നീട് ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, വേറെ എങ്ങൊന്നുമല്ല ശക്തി, പിന്നെയോ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞങ്ങളെ അവിടെ ശക്തീകരിച്ചത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ പരദീസ സൃഷ്ടിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നു എങ്കിൽ ഭൂമി സമ്മാനിക്കുന്ന ഏത് പ്രയാസത്തെയും അതിജീവിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. If you are going to create a paradise in your heart, then none of the forces in this world can make you fall down എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, you should be witnesses of Christ in your happy times and also you should be witnesses of Christ in your bad times. നല്ല സമയങ്ങളിലും പ്രയാസമുള്ള സമയത്തും ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ഇയ്യോബ് നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് ഇയ്യോബ് ഈ ഒരു പുസ്തകത്തിലൂടെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സമൃദ്ധി, സഹനം, വിശ്വാസം, സാക്ഷ്യം. സമൃദ്ധി, സഹനം, വിശ്വാസം, സാക്ഷ്യം. ഈ രീതിയിലാണ് ഈ പുസ്തകം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ആണ്ടിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ
സമൃദ്ധിയുടെ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, സഹനത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയുണ്ട് നമ്മൾ? ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇയ്യോബിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം തമ്പുരാൻ അങ്ങ് ശരിക്കും അങ്ങ് അനുഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ആദ്യത്തെ അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇയ്യോബിനുണ്ടായിരുന്ന ആടുമാടുകളുടെ എണ്ണങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇയ്യോബിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു, 10 മക്കൾ നൽകി അങ്ങ് അനുഗ്രഹിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ആമക്കളും 3 പെൺമക്കളും. ആ പെൺമക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ ലോകത്തിലെ സുന്ദരികൾ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഇയ്യോബ് വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെയേറെ പ്രയാസത്തോടും വളരെയേറെ ദുഃഖത്തോടും കഴിഞ്ഞു പോയ ഒരു വ്യക്തിയായിട്ടാണ് ഈ ഇയ്യോബിനെ പിന്നീടുള്ള അധ്യായങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തൊക്കെ പ്രയാസം വന്നിട്ടും അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതാ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. Heavens and earth may pass away, but my words will never pass away. ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം ഒരു നാളും മാറിപ്പോകയില്ല എന്നൊരു സത്യമാണ് വചനം നമ്മളെ എല്ലായ്പ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമൃദ്ധിയിലും സഹനത്തിലും ദൈവത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സമൃദ്ധിയിൽ സാക്ഷ്യമായി തീരുന്ന വിശ്വാസം. Being witness of Christ in abundance. വളരെ എളുപ്പമാണ്. Being witness of Christ in abundance. Just evaluate your life. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, you have achieved what you have never ever dreamt in your life. ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുന്നത്, അല്ലേ? Some things have happened which you have never dreamt ever, and you have achieved what you could not have achieved. ഒരിക്കലും നേടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ നേടിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും ഈ അനുഗ്രഹിച്ചവനെ മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലെ? കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മളങ്ങ് മറന്നുപോകും. ഇവിടെ നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കിട്ടിയാലും അവിടെ എല്ലാം ദൈവത്തിന്റെ കരം അത് തിരിച്ചറിയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരു എഴുത്തുകാരി പ്രകാരം പറയുന്നു, we have made the gifts and blessings God and forgotten God. കിട്ടിയതിനെ നമ്മൾ ദൈവമാക്കി കാണുകയും തന്നവനെ മറക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അതിന്ന് പലപ്പോഴും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. വളരെയേറെ അത് മക്കളായാലും, അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജോലി ആയാലും, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭവനമായാലും, your priority it matters a lot. എന്തിനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നത്? വിവാഹം കഴിഞ്ഞ് ഭാര്യ വീട്ടിലോട്ട് ചെന്നപ്പോൾ എന്റെ മദറിനോ അല്ലെങ്കിൽ വൈഫിന്റെ അമ്മ പറഞ്ഞ ഇപ്രകാരമാണ്, അച്ഛൻ യു ഹാവ് മാരിഡ് മൈ ഡോട്ടർ. ടീച്ചറാണ്. അപ്പൊ ആ രീതിയിൽ ആ ശൈലിയിലാണ് പറഞ്ഞത്. അപ്പോൾ നല്ല സൗണ്ടും ഒക്കെ വെച്ചിട്ട്, അച്ഛൻ യു ഹാവ് മാരിഡ് മൈ ഡോട്ടർ, ഫൈൻ, വെൽ ആൻഡ് ഗുഡ്, ബട്ട് യുവർ പ്രയോറിറ്റി ഷുഡ് ബി ഗോഡ്, ദെൻ ഓൺലി യുവർ വൈഫ് എന്ന് പറയുന്നുണ്ടായി. ആദ്യത്തെ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കണം. മക്കളൊക്കെ ദൈവം തരും, സ്വത്തും ദൈവം തരും, വീടും ദൈവം തരും, വാഹനവും ദൈവം തരും. പക്ഷേ മൈ പ്രയോറിറ്റി ഷുഡ് ബി ഫസ്റ്റ് ഗോഡ്. ഇവിടെ ദാനത്തെ ദൈവമാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. When you think that the blessings that you have received is God as God, then there's a problem. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യലി നമ്മളെ അനുഗ്രഹിച്ചു, ഫിസിക്കലി നമ്മളെ അനുഗ്രഹിച്ചു, മെറ്റീരിയലി നമ്മളെ അനുഗ്രഹിച്ചു. ആത്മീകമായിട്ടും ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഈ അനുഗ്രഹത്തിന്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ കരം ഉണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. Behind every blessing there is a hidden hand of God എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഇയ്യോബ് അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെ പിന്നിൽ ദൈവകരം കണ്ട ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അതുകൊണ്ട് തന്നെയാണ് 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ 7 ആമക്കള് അവരിടയ്ക്കിടയ്ക്ക് പാർട്ടി നടത്തും. പാർട്ടി നടത്തിയതിനു ശേഷം
പാർട്ടി നടത്തുമ്പോൾ ഇവർ ചെയ്യുന്ന എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പെൺമക്കളെ വിളിക്കും. പെൺമക്കളെ വിളിച്ച് ഇവർ ഒരുമിച്ച് ആഘോഷിക്കും. ആഘോഷിച്ച് കഴിയുമ്പോൾ ഇയ്യോബിന് ഭയങ്കര പ്രയാസമാണ് അല്ലെ. നമ്മൾ വീട്ടില് കുഞ്ഞുങ്ങൾ കൂടുതൽ ഓടി നടന്നു കഴിഞ്ഞാൽ, ഇപ്പം പറയാമെന്ന് അറിയില്ല, പണ്ട് കാലത്ത് പറയായിരുന്നു. എന്നാ പറയുന്നത്? മോനെ അധികം പറയുന്നില്ലേ? എന്തോ പറയുന്നത്? അധികം എല്ലാം മറന്നു. അച്ഛൻ പറഞ്ഞു ഞാൻ കോയമ്പത്തൂർ വളർന്നതാണ്. ഞാൻ ഒറീസയിലായിരുന്നു കുറച്ച് നാള്. അത് കഴിഞ്ഞ് മധ്യപ്രദേശിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂർ വന്നു. ഇപ്പോൾ ഇവിടെയാണ്. കോയമ്പത്തൂർ വെച്ചും ഒറീസ വെച്ചും മധ്യപ്രദേശ് വെച്ചും എല്ലായ്പ്പോഴും മാതാപിതാക്കൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കൂടുതൽ ചാടി കഴിയുമ്പോൾ മോനെ അധികം കേട്ടിട്ടുണ്ട്, പറയാൻ മടിക്കണ്ട, മോനെ അധികം നെകളിക്കല്ലേ. ആദ്യം നെകളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എവിടെയെങ്കിലും പോയി മുട്ടും. മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം, പിന്നെ കരച്ചിലാകും. സാധാരണ മാതാപിതാക്കൾ അവന് കഴിയാൻ ഉള്ള എല്ലാ പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട്. ഇയ്യോബ് ഈ ആമക്കള് ഇതുപോലെ പാർട്ടിയൊക്കെ നടത്തും, എല്ലാവരും ആഘോഷിക്കും. ആഘോഷിച്ചു കഴിയുമ്പോൾ ഇയ്യോബിന് വളരെ പ്രയാസമാണ്. അപ്പോൾ ഇയ്യോബ് ചെയ്ത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടി എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം വീട്ടിൽ പോകും. വീട്ടിൽ പോയി കഴിയുമ്പോൾ അന്നത്തെ രാത്രി ഇയ്യോബ് ഉറങ്ങുന്നില്ല. അടുത്ത ദിവസം രാവിലെ എണ്ണിച്ച് പോയി ഓരോ മക്കളുടെ പേരിലും യാഗം സമർപ്പിക്കും. യാഗം സമർപ്പിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ മക്കൾ ഏതെങ്കിലും രീതിയിൽ നെഗളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിൽ എന്റെ മക്കൾ നെഗളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കണമേ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇയ്യോബ് ഒരിക്കലല്ല ചെയ്യുന്നത്, ഇയ്യോബ് എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. He did that always. After every celebration, he used to do that. എന്നെ ഈ ദേശത്ത് വന്ന ഏറ്റവും വലിയതായിട്ട് പ്രയാസപ്പെടുന്ന ഒരു സംഭവമുണ്ട്. എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഉണ്ടായിരുന്ന ന്യൂയോർക്ക് മുതൽ താഴോട്ടുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു, വിവാഹം നമ്മൾ കല്യാണമൊക്കെ എല്ലാം റെഡിയാക്കിയതിനു ശേഷം അച്ഛന്മാർ രാവിലെ പോയി പ്രാർത്ഥിക്കും അല്ലെ, എന്നാ ദക്ഷിണ കൊടുക്കും അല്ലെ. ദക്ഷിണ കൊടുക്കട്ടോ എന്ന് ചോദിക്കും, ഒരാൾ വാങ്ങട്ടോ എന്ന് പറയും, അതെല്ലാം കൊടുക്കും, എല്ലാം ഫൈനാണ് അല്ലെ. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും, അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് പള്ളിയിൽ പോയി കഴിയുമ്പോൾ നല്ലൊരു ഓർക്കസ്ട്ര കാണും, നല്ലൊരു പാട്ട് പാടാൻ കിരീടം വാഴും ഒക്കെ നടത്തും. എല്ലാം നടത്തിയതിനു ശേഷം ഡിക്ലെയർ ചെയ്യും, ഐ ഡിക്ലെയർ സോ ആൻഡ് സോ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എല്ലാവരും കൂലും തലയും ഗുളി എല്ലാം കഴിഞ്ഞിട്ട് പാർട്ടി ഹാളിലോട്ട് പോകും. പോയി കഴിയുമ്പോൾ അവിടെ നമ്മൾ ഇരുത്തും അല്ലേ, ഒരു 5-6 മണിക്കൂർ അങ്ങ് ഇരുത്തും. ഇരുത്തി കഴിയുമ്പോൾ എന്നിട്ട് ഒരു ഡാൻസ്, ഒരു കൂത്തുമുണ്ട്. എന്തോ ഡാൻസാണ്. ഇവിടെ ഉള്ളത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാൻസ്. അമ്മാവൻ മുട്ട് സർജറി, നീ സർജറി കഴിഞ്ഞ ഒരു അമ്മാവ ഡാൻസ് ചെയ്യുന്നു. കുർബാന കൊള്ളാൻ മുട്ടുകുത്താൻ വയ്യ അമ്മാവയ്ക്ക്. But she was dancing there. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ, ശനിയാഴ്ചയാണല്ലോ നമ്മുടെ കല്യാണമല്ല, സാധാരണയായിട്ട് കല്യാണം കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ചെറുക്കനും പെണ്ണും പള്ളി വരണമെന്നാണ്. ഒന്നീ ചെറുക്കന്റെ പള്ളി പോകണം, അല്ലെങ്കിൽ പെണ്ണിന്റെ പള്ളി പോകണം. ഇതെപ്പോഴാണ് വീട്ടിൽ പോകുന്നത്? രാവിലെ 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയിട്ട് പിന്നെ അടുത്ത ദിവസം പള്ളി വരുമോ? വരത്തില്ല. പിന്നെ പള്ളി വരുന്നില്ല. പിന്നെ വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അവൾ ഓർക്കണം, എന്നെ പ്രയാസപ്പെടുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിട്ടിരിക്കുന്ന ഈ 2 പേരെ പിന്നെ കാണുന്നത് എപ്പോഴാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇയ്യോബ് അങ്ങനെയല്ല ചെയ്തത്. ഇയ്യോബ് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇയ്യോബ് ചെയ്ത് അന്ന് തന്നെ അടുത്ത ദിവസം രാവിലെ യാഗപീഠത്തിന് മുൻപാകെ ചെന്നിട്ട് പറയും, എന്റെ മക്കൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരോട് ക്ഷമിക്കണമേ. He used to confess for his children. ഇതൊന്നും 2 പ്രാവശ്യമല്ല, ജീവിതത്തിൽ കോടനീളം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് നമ്മൾ പറയും ദിസ് ഇസ് നോർമൽ ഹിയർ അല്ലെ. അച്ഛനെങ്ങാണ്ട് കോയമ്പത്തൂർ പോകുന്ന അച്ഛൻ എവിടെ കണ്ടിട്ടുണ്ട് ഇത്? ഇറ്റ് ഈസ് നോട്ട് നോർമൽ. It is not normal, it is abnormal. You have to do something which is normal. ശരിക്കുള്ള ക്രിസ്ത്യാനികളെ പോയി നോക്കണമെങ്കിൽ പഠിക്കണം. You have to learn that. I said for the youth meeting also, Christians, if you're not living as Christians,
then the society is in danger. Christians, if you are not living as Christians, then this church will be in trouble. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. What you think normal is not normal. There are many things that are normal here. We should accept that normal things. അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. യോബ് ദൈവസന്നിധിയിൽ ചെന്നിട്ട്, ദൈവമേ, എന്റെ മക്കൾ ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണമേ. എന്നിട്ട് യോബ് പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ he is proclaiming something. അദ്ദേഹം ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പറയുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമേ, ഇതിന്റെ എല്ലാം ഉറവിടം നീയാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാ ഉറവിടം നീയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യോബിനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ സമൃദ്ധിയുടെയും ഓരോ അനുഭവത്തിലും യോബ് ഏറ്റു പറയുന്നു, ദൈവമേ, ഇതെല്ലാം നിന്റെ ദാനമാണ്. Have you ever forgotten to say the name of God in the time of sufficiency? സമൃദ്ധിയുടെ അനുഭവത്തിൽ ദൈവനാമം വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? ഓർക്കണം, ഒരു വർഷം ദൈവം തമ്പുരാൻ നമ്മെ നിലനിർത്തി പലവിധമായിട്ടുള്ള സമൃദ്ധിയുടെ അനുഭവത്തിലൂടെ ദൈവം തമ്പുരാൻ നമ്മെ നടത്തിക്കൊണ്ട് പോയി. അവിടെ ഈ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായ ചെന്നൈ ബാംഗ്ലൂർ ഡയസിസിൽ നാഷണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് വെല്ലൂർ മാർത്തോമ ഗൈഡൻസ് ഹോം. അവിടുത്തെ 49 മുറിയും വേറൊരു കെട്ടിടത്തിൽ 19 മുറിയും. എല്ലാ ദിവസവും മുറി ഫുള്ളാണ്. ഈ പുതിയ സെന്റർ 49 മുറികൾ അടങ്ങിയിരിക്കുന്ന പുതിയ സെന്റർ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഡൊണേഷൻസിന് വേണ്ടി പലയിടത്ത് പോയി. അവിടുത്തെ ചെന്നപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം ഞാൻ മടങ്ങി ഓഫീസിലേക്ക് പോയി. എനിക്കൊരു എഴുത്ത് കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എഴുത്ത് കിട്ടി. 2.5 lakhs ആണ് ഇതിനകത്തുണ്ടായിരുന്ന ഒരു ചെക്ക്. ഞാൻ ഇയാളിനെ വിളിച്ചു. നിങ്ങൾ അന്വേഷിക്കാൻ വേണമെങ്കിൽ അജിത് താന്നിക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു താങ്ക് യു ലെറ്റർ ഒക്കെ അയച്ചു. എന്നിട്ട് ആദ്യം അതിന് മുമ്പ് വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു, അല്ല ഇത് ടൈത്തിനകത്തുനിന്നുള്ള എന്റെ ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ്, യു ക്യാൻ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞു. ഒരു താങ്ക് യു ലെറ്റർ ഒക്കെ അയച്ചു. ലെറ്റർ അയച്ചതിന് ശേഷം എനിക്കൊരു മറുപടി വന്നു. ചെറിയൊരു തുണ്ട് കടലാസിൽ ഒരു മറുപടി. അദ്ദേഹത്തെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: അച്ഛൻ, this is nothing when compared to the blessing that God has given me. This is nothing when compared to the blessing that God has given me. ഇന്നും ഞാൻ എഴുത്തിന്റെ ഫയലിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഈ എഴുത്തുകൊണ്ട് പോകും. ചില സാഹചര്യങ്ങളിൽ ഇതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാതൊരു ശക്തി നമുക്ക് കിട്ടും. This is nothing when compared to the blessing that God has given us. നമുക്ക് ദൈവം തമ്പുരാൻ ആയുസ്സ് തന്നു, അല്ലേ? ചെന്നൈ വെച്ച് തന്നെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വർഗീസ് പ്രസാദ് എന്ന ഒരു അങ്കിൾ വന്ന് മുന്നിരിക്കുകയാണ്. സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹം വന്ന് എന്റെ മുന്നിൽ ഇരുന്നപ്പോൾ നല്ല ചൂട്, ചെന്നൈയിലെ ചൂട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചൂടൊന്നുമല്ല, ഭയങ്കര ചൂട്. നല്ല ഉച്ച സമയത്ത് വന്നപ്പോൾ അങ്കിളോട് ഞാൻ ചോദിച്ചു, അങ്കിളെ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ? അങ്കിൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്: അച്ഛൻ, കുടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അനുവാദമില്ല. കുടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അനുവാദമില്ല. തൊട്ടടുത്ത് ആന്റി ഇരിപ്പുണ്ട്. ആന്റി പറയുകയാണ്, അച്ഛാ, അങ്കിളുടെ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം 1 സ്പൂൺ വെള്ളമേ കുടിക്കാവൂ. ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം? 1 സ്പൂൺ വെള്ളം. 1 സ്പൂൺ വെള്ളമേ ഒരു ദിവസം കുടിക്കാവൂ എന്നാണ് ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട്? എത്ര ഗ്ലാസ് നമ്മൾ കുടിക്കുന്നത്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛോ, കുടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല. വേറൊരു അമ്മച്ചി പറഞ്ഞു, അച്ഛാ, കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിക്കുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു, നമ്മളൊന്നും അറിയുന്നില്ല. You have to be able to see God's presence in your blessings too. ഒരു നിമിഷം ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കണം. ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഈയിടെ സംഭവിച്ചൊരു കാര്യമാണ്. 3 മാസം മുമ്പ് കണ്ട ആള്
ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസത്തിനകം പോകും എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ആള് പോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസമാണ്. പക്ഷെ ആള് 2 മാസം കഴിഞ്ഞ്, കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, വൈ ഗോഡ്, വൈ ഹാവ് യു സസ്റ്റെയിൻഡ് മീ? എന്നെ എന്തിനു വേണ്ടിയാണ് എന്നെ നിർത്തിയിരിക്കുന്നത്? നമ്മൾ മിടുക്കുകൊണ്ടാണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്കുള്ള പണം കൊണ്ടാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലായ്പ്പോഴും അനുഗ്രഹത്തില് ദൈവ സാന്നിധ്യം കാണുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സഹനത്തിൽ സാക്ഷ്യമായി തീരുന്ന വിശ്വാസം, faith which helps us to face trials, faith that helps us to face trials. എഴുത്തുകാരൻ പ്രകാരം പറയുന്നത്, you can test a person's endurance during the trials and tribulations. ഒരു ആള് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ വിശ്വാസത്തെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ശരിക്കും അപ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇയ്യോബ് അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം 10 മക്കളെയും നഷ്ടപ്പെട്ടു. 10 ശവമഞ്ചങ്ങൾ ഒരുമിച്ച്, ശവപ്പെട്ടികൾ ഒരുമിച്ച് കണ്ട ഒരു വ്യക്തിയാണ് ഈ ഇയ്യോബ്. പക്ഷേ അവിടെ എല്ലാം ഇയ്യോബ് വളരെ ശക്തിയോട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടും അവിടെ എല്ലാം ഇയ്യോബ് ചെയ്തത് ദൈവത്തിന് നന്ദി കയറ്റി. അല്ലേ? ശവസംസ്കാര ശുശ്രൂഷ നമ്മൾ പറയും, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ പോകുന്നു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറയാൻ എളുപ്പമാണ്. ആ അനുഭവത്തിൽ പോയ ഒരു ആണത് പറയുന്നത്. എല്ലാം ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ഉണ്ടായ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ദേഹം ആകപ്പാടെ ചൊറിയും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, naked I came from my mother's womb, naked I will go, the Lord has given and the Lord has taken, blessed be the name of the Lord, blessed be the name of the Lord എന്ന് പറയുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്റെ ജീവിതാനുഭവത്തിൽ 2 വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വളരെ പ്രയാസം അനുഭവിച്ച 2 വ്യക്തികൾ ഇതുപോലെ പറയുന്നു, blessed be the name of the Lord. ബാംഗ്ലൂരിൽ ഇടവക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യുവജന സഖ്യത്തിന്റെ ചുമതലയുണ്ടായിരുന്നു. സെൻട്രൽ യുവജന സഖ്യത്തിന്റെ ചുമതല. അപ്പോൾ സെൻട്രൽ ഭാരവാഹികളെല്ലാം പരിചയപ്പെടുവാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു ട്രഷറർ, അദ്ദേഹം ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ, ഐ വിൽ വെയിറ്റ് ഇൻ such a place, you can come and we will go together and book a meeting place for a conference. അപ്പോൾ യൂത്ത് കോൺഫറൻസ് ഒക്കെ നടത്താനായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ യൂത്ത് കോൺഫറൻസ്. അപ്പോൾ ഞാൻ ഈ ആളിനെ ഒന്ന് കാണാനായിട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരിലുള്ള TB സാനിറ്റോറിയം ഹോസ്പിറ്റലിന്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നേഴ്സാണ് ഇദ്ദേഹം. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കുറിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കും. TB സാനിറ്റോറിയം ഹോസ്പിറ്റലിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ യുവജന സഖ്യം പ്രഷറിനെ പോയി സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ ബൈക്കുമായിട്ട് പോവുകയാണ്. ചെന്നപ്പോൾ അവിടെ കണ്ടത് ഒരു കഷണ്ടി, ഒരു ചെറുപ്പക്കാരൻ, ഒരു കൈയില്ല, തോളത്തൊരു സഞ്ചിയും ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഞാനപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഓർത്തോടാ, ഈ മനുഷ്യനാണോ, ഈ പയ്യനാണോ യുവജന സഖ്യത്തിന്റെ സെക്രട്ടറി, അല്ല ട്രഷറർ എന്ന് ഓർക്കുണ്ടായിരുന്നു. അധികമൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തോട് പറഞ്ഞു വണ്ടിയെ കയറി ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം വണ്ടിയെ കയറി ഇരുന്നു. ഞങ്ങള് കഥയും പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. 19ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച ആളാണ്. ശരീരത്തിന്റെ കൈ ഓരോ ഭാഗമായിട്ട് മുറിച്ച് കളഞ്ഞ് ഞാൻ കാണുമ്പോൾ ഇത്രയും ഭാഗമുണ്ട്, ഇത്രയും ഭാഗം. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി ബുക്ക് ചെയ്തു. മീറ്റിംഗ് എല്ലാം നടന്നു. അത് കഴിഞ്ഞ് ഏകദേശം 4 വർഷം എന്നോടത്ത് യുവജന സെക്രട്ടറി പ്രവർത്തിച്ച ഒരാള്. പക്ഷെ ആ 4 വർഷവും ഇടയ്ക്ക് കുറേയും പിന്നെ റിലാപ്സ് ആകും. അവസാനം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഇത്രയും ഭാഗം മുറിച്ചു കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭാഗം സ്കാപ്പുല മുഴുവൻ എടുത്തു കളഞ്ഞു. അതെടുത്തു കളഞ്ഞപ്പോൾ അദ്ദേഹം നിൽക്കാൻ പറ്റത്തില്ല, ബാലൻസ് ഇല്ല. പിന്നെ ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. എന്നാൽ അന്നും ഇദ്ദേഹം യുവജന സഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളിയിൽ കേരളപ്പുറം ബഥേൽ ഇടവകയിൽ ഒരു യൂത്ത് മീറ്റിംഗ് നടത്തി. യൂത്ത് മീറ്റിംഗ് നടത്തിയ സമയത്ത് ഈ കൈയില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാള് അദ്ദേഹം അവിടെ നിന്ന് പാടുകയാണ്. അടുത്തുള്ള യൂത്ത് എല്ലാം നിൽപ്പുണ്ട്, അവരും പാടുന്നുണ്ട്. നല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ്.
അദ്ദേഹം പാടുകയാണ് God is good all the time എന്ന് പാടുകയാണ്. God is good all the time. സനു എബ്രഹാം യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം, മരിക്കുന്നതിന്റെ തലേദിവസം അദ്ദേഹം പറയുന്ന സാക്ഷ്യം അതിനകത്ത് കാണാൻ സാധിക്കും. A person who taught me so much in my life. He taught me to be humble. He taught me to understand God's grace and God's presence in my life. എന്റെ ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ സനു എബ്രഹാം. അദ്ദേഹം പറയുകയാണ് God is good all the time. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചു, സനു, how can you sing this song when you are going through such a tough time? അദ്ദേഹം പറയുകയാണ്, അച്ഛൻ, when Jesus is with you, it is possible. It is possible. അദ്ദേഹം അത്രയും അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്തും ബാംഗ്ലൂരിലുണ്ടായിരുന്ന ക്യാൻസർ രോഗികളായിട്ടുള്ള വ്യക്തികളെല്ലാം പോയി സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സനു എബ്രഹാം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഹനത്തിൽ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഇയ്യോബ് പറഞ്ഞതുപോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഏറ്റവും അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കഷ്ടതയിൽ കണ്ടറിഞ്ഞ ഒരു ദൈവം. Seeing God in times of trouble is something very much important in our life. Job says, I have heard of you through the hearing of my ear, but now my eye sees you. നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇയ്യോബിനെ നമുക്ക് കാണാൻ സാധിക്കും. എഴുത്തുകാരൻ പറയുന്നു, the God whom you see in your troubled time is much sweeter than the God whom you see in your happy days. സന്തോഷവേളയിൽ നമ്മൾ കാണുന്ന ദൈവത്തെക്കാട്ടിലും മധുരമുള്ളവനാണ് ദുഃഖങ്ങളിൽ ഞാൻ കാണുന്ന എന്റെ ദൈവം. ക്രിസ്മസ് നമ്മെ ഓർപ്പിക്കുന്നത് തന്നെയാണ്. A God who travels with us through our ups and downs. അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. കഴിഞ്ഞ വർഷം നടത്തിയ എന്റെ ദൈവം തുടർന്നും എന്നെ നടത്തും എന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. The God whom you met in your life experiences is great. വലിയവനാണ് ആ ദൈവം. ആ ദൈവത്തെ സാക്ഷീകരിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. You should be able to praise God in both the life situations, whether it be happiness or whether it be sadness. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു.